പാവറട്ടി 13-ാം വാർഡ് നട്ടാണിപ്പറമ്പ് അംബേദ്കർ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ കോൺഗ്രസ് 13-ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും തികഞ്ഞ അവഗണനയാണ് ഈ റോഡിനോട് കാണിക്കുന്നതെന്ന് കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. പാവറട്ടി പഞ്ചായത്തിൽ കുടിവെള്ളം എത്തിക്കാനായി തൃത്താല കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നത് UDF ഭരിച്ചിരുന്ന ഇതിന് തൊട്ടുമുന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയാണ്. പക്ഷേ അതിനോടൊപ്പം ഈ റോഡുകളെല്ലാം പൊളിച്ച് ആ റോഡുകൾ റിസ്റ്റോർ ചെയ്യാനുള്ള യാതൊരു നടപടിയും പഞ്ചായത്ത് അധികാരികൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഇപ്പോൾ 4.5 വർഷമായി. ഇപ്പോൾ കുടിവെള്ളം ഒട്ടും കിട്ടിയിട്ടുമില്ല, റോഡ് നന്നായിട്ടുമില്ലാത്ത അവസ്ഥയാണ്. കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡ് പൊളിച്ചിട്ട് ഇതുവരെ ഒരു തുള്ളി വെള്ളം ജനങ്ങൾക്ക് കൊടുക്കുവാൻ ഈ പഞ്ചായത്ത് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇവിടുത്തെ റോഡുകളൊക്കെ മൺപാതകളും ജലപാതകളുമായി, പ്രത്യേകിച്ച് 13-ാം വാർഡിലെ ഈ റോഡ് പാവറട്ടി ടൗണിൽ നിന്ന് വന്ന് കവല സെന്റർ തൊടാതെ നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ബൈപ്പാസ് റോഡാണ്. ഒട്ടനവധി ആളുകൾ, ഗ്രാമീണരായ ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡിനോട് കടുത്ത അവഗണനയാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മജീദ് പടുവിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് പ്രസിഡന്റ് ബേബി കുറ്റിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് എളുപ്പത്തിലെത്താൻ സാധിക്കുന്ന വഴിയുടെ ശോചനീയാവസ്ഥ അവഗണിക്കുന്നത് രോഗികൾക്കും യാത്രക്കാർക്കും യാത്രാ ദുരിതവും അപകടങ്ങൾക്കും കാരണമായി കൊണ്ടിരിക്കുകയാണ്. അവഗണന തുടർന്നാൽ പഞ്ചായത്തിലേക്ക് സമരം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി പറഞ്ഞു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബെർട്ടിൻ ചെറുവത്തൂർ, ബ്ലോക്ക് സെക്രട്ടറി AK ഷിഹാബ്, നേതാക്കളായ ഷമീം അറയ്ക്കൽ, യൂസഫ് പട്ടത്ത്, NP ഉമ്മർ, CK അയ്യപ്പൻ, ഉമ്മർ അറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു.